കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 18. രചന ദിവ്യ ജി.കെ. അവതരണം നീള. വാപ്പയെ ഭരിച്ചു നിർത്തുന്നത് കണക്ക് എന്നെ ഭരിക്കാൻ ആരും നോക്കരുത്. സ്നേഹം കൊണ്ട് താന്നു തരുമ്പോൾ തലയിൽ കയറാൻ ശ്രമിക്കരുത്. നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ ഒറ്റ ഒരെണ്ണം കാണരുത്. എന്റെ ഭാര്യ ആരുടെയും വേലക്കാരിയല്ല, അതെല്ലാവർക്കും ഓർമ്മ വേണം. അബിയുടെ വാക്കിൽ എല്ലാവരും സ്തംഭിച്ചു നിന്നപ്പോൾ മൂത്ത ഇക്ക പറഞ്ഞു, ഉമ്മച്ചി, ഇവന്റെ വായിരിക്കുന്നതും കേട്ട് നാളെ നേരം വെളുപ്പിക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഇപ്പോൾ തന്നെ പോവുകയാണ്. ഇജ്ജ് നമ്മുടെ സാധനങ്ങൾ എടുത്ത് കുട്ടിയോളെ വിളിച്ചിറങ്ങാൻ നോക്ക്. ഭാര്യയോട് നവാബ് പറഞ്ഞതും കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവർ ഓടി മുറിയിലേക്ക് പോയി അവരുടെ ബാഗുമായി തിരിച്ചു വന്നു. ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നവാബേ, ഈ രാത്രി നീ വീട്ടിൽ നിന്ന് ഇവരുമായി ഇറങ്ങിപ്പോകരുത്. അവൻ കുടിച്ചു ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞതിന് ബോധമുള്ള നീ ഇങ്ങനെ പ്രതികരിക്കാൻ കൊള്ളാമോ? പൊട്ടിത്തെറിച്ചുകൊണ്ട് അബി ചോദിച്ചു. ആർക്കാ ഉമ്മച്ചി തലയ്ക്ക് വെളിവില്ലാത്തത്? ഞാൻ അല്പം കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല ബോധത്തിൽ തന്നെയാണ് സംസാരിച്ചത്. നാളെ രാവിലെ എഴുന്നേറ്റ് വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ പറയും. നവാബിക്കയും സജീത്തയും മാത്രമേ ഉമ്മയ്ക്ക് മക്കളായി ഉള്ളെങ്കിൽ അവരുടെ കൂടെ പൊയ്ക്കോണമെന്ന് പറഞ്ഞത് നല്ല ഓർമ്മയിൽ തന്നെയാണ്. പിന്നെ പോകുന്നവരെ തടയാൻ നിൽക്കേണ്ട കാര്യമില്ല. രാത്രി തന്നെ പോകുന്നെങ്കിൽ അത്രയും ഉപകാരമെന്നേ ഞാൻ പറയുകയുള്ളൂ. ഇന്നുവരെ ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത നീ എന്താണ് അബി ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ദേഷ്യം കൊണ്ട് തുള്ളി നിൽക്കുന്ന മൂത്ത മകനെ ഭയത്തോടെ നോക്കിയിട്ട് അബിയോട് ദയനീയമായി ഉമ്മച്ചി ചോദിച്ചു. ഇത്തായും ഹസീനയും മാമിയുമൊക്കെ അബിയുടെ പുതിയ മുഖം കണ്ട് പരവശരായി നിൽക്കുകയായിരുന്നു. വാപ്പിച്ചി ഒരു കാഴ്ചക്കാരനെ പോലെ അതൊക്കെ കയ്യും കെട്ടി നോക്കി നിന്നു. വാപ്പയുടെ ദേഷ്യം ആദ്യമായി കാണുന്ന മക്കൾ ഭയത്തോടെ ബീനയെ ചുറ്റിപ്പിടിച്ചു നിന്നു. കാരണമുണ്ടായിട്ട് തന്നെയാണ് ഉമ്മച്ചി ഞാൻ സംസാരിച്ചത്. ഇന്ന് രാവിലെ ഇവിടെ ഒരു ഗൂഢാലോചന നടന്നു. പടച്ചോനായിട്ട് അതെന്റെ ചെവിയിൽ കേൾപ്പിച്ചു തന്നു. അത്രയൊക്കെ കേട്ടിട്ടും ഞാൻ ഇനിയും മിണ്ടാതിരുന്നാൽ എന്റെ ബീനയെ പള്ളിപ്പറമ്പിലാക്കിയിട്ട് ഈ ഇബ്ലീസിനെ എന്റെ തലയിലാക്കി തരും. ഹസീനയെ അവളുടെ ഉമ്മയുടെ നേരെ തള്ളിയിട്ട് കൊണ്ടാണ് അബി അത് പറഞ്ഞത്. അതിന് ഞാൻ തയ്യാറല്ല. പിന്നെ ജോലി ചെയ്യാനിറങ്ങിയ സീനത്തായെ, നീയൊന്നും ചെയ്യണ്ട, നിന്നെ ഇവിടുത്തെ ജോലിക്കാരിയാക്കാനല്ല ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയ എന്റെ ഇക്കായെ ഞാൻ കണ്ടിരുന്നു. അവരുടെ സംസാരവും നല്ല വൃത്തിക്ക് കേട്ടിരുന്നു. നല്ലൊരു ദിവസമായിട്ട് ഇവിടുത്തെ പരിപാടി കഴിയുന്നത് വരെ ഒരു പ്രശ്നമുണ്ടാക്കരുതെന്ന് മനസ്സിൽ കരുതിയാണ് അന്നേരമൊന്നും മിണ്ടാതെ നിന്നത്. അതേപോലെ തന്നെ സജീത്ത ആവശ്യമില്ലാതെ അത്രയും ആൾക്കാർ വന്നു നിന്നപ്പോൾ ഒരു വേലക്കാരിയോട് പെരുമാറുന്നത് പോലെ അത് ചെയ്, ഇത് ചെയ്, തറ തുടയ്ക്ക്, വെള്ളം എടുക്ക്, ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെ കണ്ട് സങ്കടം വന്നാണ് അവളുടെ ഉമ്മ ഉച്ചയ്ക്ക് തന്നെ തിരികെ പോയത്. എന്നെ നിക്കാഹ് കഴിച്ചത് കാരണം അവളുടെ ജീവിതം വേലക്കാരിയെ പോലെ ആയിപ്പോയെന്ന് അവർ എന്റെ കണ്ണുകളിൽ നോക്കി പറയാതെ പറഞ്ഞിട്ട് പോയി. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ ഇനിയും മിണ്ടാതിരിക്കണമെന്നാണോ ഉമ്മ പറയുന്നത്? അതിനെനിക്ക് കഴിയില്ല. ഉമ്മയുടെയും വാപ്പയുടെയും ഉമ്മുമ്മയുടെയും കാര്യങ്ങളെല്ലാം പതിവ് പോലെ തന്നെ എന്റെ ബീന ചെയ്തോളും. പക്ഷേ അതിൽ കഴിഞ്ഞ് ആരുടെ കാര്യവും ചെയ്യാനും നോക്കാനും ആജ്ഞാപിക്കാനും ആരും വരരുത്. ഇനി എന്റെ ബീനയെ ആവശ്യമില്ലാതെ ആരും ഒന്നും പറയരുത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മുഴുവൻ മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല. നാളെ രാവിലെ എഴുന്നേറ്റാലും ഞാൻ ഇത് തന്നെ പറയും. ഒരിക്കൽ കൂടി അവരെ എല്ലാവരെയും ഒന്ന് കൂടി ഓർമ്മിപ്പിച്ചിട്ട് അവൻ വാപ്പച്ചിയെ നോക്കി പറഞ്ഞു, വാപ്പച്ചി, മക്കളെ 3 പേരെയും ഇന്ന് കൂടെ കിടത്തണേ. അതും പറഞ്ഞ് മറ്റാരെയും നോക്കാതെ ബീനയുടെ കയ്യിൽ പിടിച്ച് മുറിയിൽ കയറി വാതിലടച്ചു. അടച്ച സ്പീഡിൽ തന്നെ വാതിൽ ഒന്നുകൂടി തുറന്നിട്ട് ഇക്കായോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഹസീനയും മാമിയെയും കൂടി അവരുടെ വീട്ടിലിറക്കിയേക്ക്. വെറുതെ എന്തിനാണ് നാളെ രാവിലെ ആകാൻ കാത്തു നിൽക്കുന്നത്? അതും പറഞ്ഞ് പിന്നെയും വാതിലടച്ചു. സജീത്തായുടെ മച്ച സജാദ് അവളോട് പറഞ്ഞു, ഇനി എന്തു നോക്കി നിൽക്കുകയാണ്? കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഭർത്താവ് പറഞ്ഞത് കേട്ടതും കൊണ്ടുപോകാനായി അവിടെ നിന്ന് വാരിക്കെട്ടി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഉമ്മച്ചിയോട് വന്ന് നിറ കണ്ണുകളോടെ സജി പറഞ്ഞു. എന്നാലും അബി ഞങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഉമ്മ. ഞാൻ സ്നേഹം കൊണ്ടല്ലേ ഓരോന്ന് പറഞ്ഞത്. അതിന് അവൻ വേറെ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഈ പാതിരാത്രി ഞങ്ങളെ ഇവിടുന്ന് ഇറക്കിവിട്ടത് ഞാൻ മരിച്ചാലും മറക്കില്ല. ഇനി ഞാനിവിടെ വരില്ല. ഉമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. എന്നിട്ട് വൈകിട്ട് തിരിച്ചു വരാം. മകളുടെ സ്വഭാവ ഗുണമോർത്ത് വാപ്പയുടെ ചുണ്ടിന്റെ കോണിൽ പുച്ഛത്തിൽ ഒരു ചിരി വിരിഞ്ഞു. നവാബും പറഞ്ഞ്, ഉമ്മയ്ക്കും വാപ്പയ്ക്കും എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം, അല്ലാതെ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരില്ല.
എല്ലാവരും പോകുന്നത് നിറക്കണ്ണുകളുമായി ഉമ്മച്ചി നോക്കി നിന്നപ്പോൾ ഉമ്മുമ്മി ആദ്യമായി അബിയുടെ കയ്യിൽ നിന്നും മറുവാക്കു കേട്ട സങ്കടത്തിൽ നിന്നും മുക്തയാവാതെ തളർന്നിരുന്നു. അകത്ത് കയറി കതകടച്ച അബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബീന പറഞ്ഞു, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അവളെ അടർത്തി മാറ്റി ഇരു തോളിലും പിടിച്ച് കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ഞാൻ എന്റെ വീട്ടുകാരുമായി വഴക്കുകൂടിയതാണോ നിനക്ക് സന്തോഷമുണ്ടാക്കിയത്? എന്റെ പൊന്നിക്ക, എഴുതാപ്പുറം വായിക്കരുത്. എനിക്ക് വേണ്ടി നമ്മുടെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് ഇക്ക ശബ്ദമുയർത്തുന്നത്. അതിന്റെ സന്തോഷമാണ് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ സഹോദരങ്ങളുമായി വഴക്കിടാനോ എല്ലാവരെയും പറഞ്ഞുവിടാനോ ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. വല്ലപ്പോഴും ഞാനൊരു മനുഷ്യജീവിയാണെന്ന ചിന്ത മാത്രം മനസ്സിലുണ്ടായാൽ മതി. അത് കേട്ടതും വഷളത്തരത്തോടെ അവൻ പറഞ്ഞു, നീ മനുഷ്യജീവിയാണെന്ന ചിന്ത ഉള്ളതുകൊണ്ടല്ലേ നീ എന്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്? അതും പറഞ്ഞ് കഴുത്തിലേക്ക് ചുണ്ടു ചേർത്തതും ഒന്ന് പിടഞ്ഞ് പുളഞ്ഞുകൊണ്ട് അവൾ അവനെ ഇറുക്കിപ്പിടിച്ചു. പരസ്പരം ജയിക്കാനായി മത്സരിക്കുന്ന സിംഹത്തിനെ പോലെ രണ്ടുപേരും ഒന്നാവാനായി മത്സരിച്ചു. രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ നാലുപാടും ചിതറി വീണു. ഒരു പേമാരി പോലെ പരസ്പരം പെയ്തു തോർന്നപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ശക്തി ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു. കുളിച്ച് ഫ്രഷായി മക്കളുടെ റൂമിൽ കിടക്കാൻ പോയ ആശയെ ഹാളിൽ ഇരുന്ന് TV കാണുകയായിരുന്ന പ്രവി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ റൂമിൽ വരണം. അല്ലാതെ ഇന്നലത്തെ പോലെ അവിടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാനും അവിടെ വരും. നമ്മുടെ വഴക്ക് വെറുതെ കുട്ടികളെ അറിയിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ട. അവനെ തള്ളിമാറ്റി ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് മക്കളുടെ മുറിയിൽ പോയി കിടന്നെങ്കിലും അകത്ത് കിടക്കുന്ന മദ്യത്തിന്റെ ശക്തിയിൽ പ്രവി എന്തും ചെയ്യുമെന്നറിയാവുന്ന ആശ കുട്ടികളെ ഉറക്കി കിടത്തിയിട്ട് മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും കട്ടിലിൽ കിടന്ന പ്രവി ഓടി വന്ന് അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കടി, എല്ലാം എന്റെ കയ്യിലെ തെറ്റാണെന്ന് എനിക്കറിയാം. എത്രയായാലും അവരെന്റെ അമ്മയും പെങ്ങളുമല്ലേ. എനിക്ക് അവരെ നിന്നെപ്പോലെ വെറുക്കാൻ കഴിയില്ലല്ലോ. അത് നീ ഒന്ന് മനസ്സിലാക്കണം. ഉത്സവത്തിന് നിന്റെ വീട്ടിൽ പോകാത്തതിന് പകരമായി നമുക്ക് അടുത്ത ശനിയാഴ്ച അവിടെ പോയി നിന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിക്കാം. എന്റെ വീട്ടിൽ പോവുകയും വേണ്ട. ഇനി നീ എന്നോട് പിണങ്ങരുത്. ഇങ്ങനെ മിണ്ടാതെ നടക്കുകയും ചെയ്യരുത്. പ്ലീസ് പ്ലീസ്. കാലിൽ പിടിച്ചു കീഴുന്ന പ്രവിയോട് ആശ ചോദിച്ചു, ഇങ്ങനെ കാലിൽ പിടിച്ചു കെഞ്ചാൻ നിങ്ങൾക്ക് നാണമില്ലേ? പ്രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും ഞാൻ മാപ്പ് പറയാതെ നീ ഈ പ്രശ്നം സോൾവ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. നല്ല ദാമ്പത്യത്തിന് അഡ്ജസ്റ്റ്മെന്റുകൾ അനിവാര്യമാണ്. ഇവിടെ തോറ്റുതരേണ്ടത് ഞാൻ തന്നെയല്ലേ? നിന്റെ കയ്യിൽ തെറ്റു വരുമ്പോൾ നീ എത്രയോ പ്രാവശ്യം തോറ്റു തന്നിരിക്കുന്നു. എന്റെ കാലു പിടിച്ചിരിക്കുന്നു. ഇതെന്റെ കയ്യിലെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തോറ്റു തന്നു. പിന്നെ എന്റെ ഭാര്യയുടെ കാലു പിടിക്കുന്നതിന് ഞാൻ എന്തിനാണ് നാണിക്കുന്നത്? ആശയുടെ ചുണ്ടിലെ ചിരി കണ്ടതും സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചിട്ട് അവളുടെ വയറിലേക്ക് ചുണ്ടു ചേർത്തു. വെള്ളമടിച്ച് മൂടുമാറിയപ്പോഴാണോ തോറ്റു തരാമെന്ന് തോന്നിയത്? കടുപ്പത്തോട് ചോദിക്കുന്ന ആശയോട് ഈർഷ്യയോടെ പ്രവി പറഞ്ഞു, നീ വെറുതെ ചൊറിയുന്ന വർത്താനം പറയരുത്. നിനക്കറിയാമല്ലോ, എനിക്ക് നിന്നെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നീ സമ്മതിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ നേടിയിരിക്കും. അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ എന്ന് നീ തന്നെ ചിന്തിച്ചു നോക്ക്. സമ്മതമില്ലാതെ ഭാര്യയെ ആണെങ്കിൽ പോലും തൊടാൻ പാടില്ലെന്ന നിയമമുള്ളപ്പോൾ എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാർ ബലമായി കീഴ്പ്പെടുത്തുന്നത് സഹിച്ചു ജീവിക്കുന്നു. വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ടായിട്ടും താനും അങ്ങനെയൊരു ഭാര്യയാണെന്ന് ആശ വേദനയോടെ ഓർത്തുകൊണ്ട് പിന്നെയും പ്രവിയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നോട് പിണങ്ങിയിരിക്കാൻ വയ്യ. നീ മിണ്ടാതിരിക്കുന്ന ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ആകപ്പാടെ ശ്വാസം മുട്ടുകയാണ്. പ്രവിയുടെ വാക്കുകളിൽ പൂർണ്ണ തൃപ്തയല്ലെങ്കിലും കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി അവളുടെ നാക്കിന് അവൾ തന്നെ വിലങ്ങിട്ടു. തന്നെ വലിച്ച് കട്ടിലിലേക്കിട്ട് തന്നിലേക്ക് പടർന്നു കയറുന്നവനെ തടയാതെ ലൈറ്റ് അണച്ചിട്ട് അവനെ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊണ്ട് മറ്റേതോ ചിന്തകളുടെ ലോകത്ത് അവൾ പാവയെ പോലെ കിടന്നു. മദ്യത്തിന്റെ ലഹരിയിലും ഇരുട്ടിന്റെ മറവിലും ആശയുടെ മുഖഭാവമോ അവളുടെ സഹകരണമില്ലായ്മയോ അവൻ അറിയാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയും ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് ആശയും അറിയുകയായിരുന്നു. ബെഡ്റൂമിനകത്തേക്ക് കയറിയ ആലിയോട് ആദം പറഞ്ഞു, ഒരു പായെടുത്ത് തന്നാൽ ഞാൻ പുറത്തു കിടന്നോളാം. നിനക്ക് മദ്യത്തിന്റെ മണം ഇഷ്ടമല്ലല്ലോ. മദ്യത്തിന്റെ മണമടിച്ച് നിനക്ക് തലകറക്കവും ഛർദിലും ഒന്നും വേണ്ട. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.